നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ പ്ലക്കാർഡുകളും പിടിച്ച് കുറെ പാട്ടുവിട്ട് ഇങ്ങനെ നടക്കും, ഒക്കെ പോട്ടെ. അതിനപ്പുറത്തേക്ക് ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ എന്താ ചെയ്യുന്നത്? കള്ളു കുടിച്ചാൽ കരൾ പോകും, വൃക്ക പോകും, മറ്റേത് പോകും, ഇത് പോകും. ആരോടാണ് നമ്മൾ ഈ പറയുന്നത്? കരൾ പോകുമെന്ന് ആരോടാണ് നമ്മൾ പറയുന്നത്? ജീവിതം എന്ന് പറയുന്നത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനം നിങ്ങൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. ജീവിതം വളരെ ചെറുതാണ്. ആ ചെറിയ ജീവിതം എങ്ങനെയാണെങ്കിലും നമ്മൾ മരിക്കും. അതുകൊണ്ട് മരിക്കുന്നത് വരെ പരമാവധി ആസ്വദിച്ച് ജീവിച്ചോളൂ എന്ന ആശയം തലയിൽ കയറിയ കുട്ടികളോടാണ് നമ്മൾ പോയിട്ട് വൃക്ക പോകും, കരൾ പോകും എന്നൊക്കെ പറയുന്നത്. അവർ പറയുന്നത് എന്താ? പോയിക്കോട്ടെ, ലൈഫ് ഈസ് ഷോർട്ട്, ചെറിയൊരു ജീവിതമാണ്. ആ ജീവിതം എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ. അത് വൃക്ക പോയിട്ടോ കരൾ പോയിട്ടോ എങ്ങനെയാണെങ്കിലും, അതില്ലാതെ ആണെങ്കിലും ആൾക്കാർ മരിക്കുമല്ലോ. മരിക്കുന്നത് വരെ ആസ്വദിക്കട്ടെ ഞങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് വൃക്ക പോകുന്ന കഥയും കരൾ പോകുന്ന കഥയും പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട ആ ബോധവൽക്കരണങ്ങളെല്ലാം നടക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമായുള്ള രോഗത്തെ ചികിത്സിക്കാതെ നമുക്കിത് സാധ്യമല്ല. ലഹരിയെ ഇല്ലാതാക്കാൻ, ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകളെ ഇല്ലാതാക്കാൻ